ഹലോ വെൽക്കം ടു ലൈവ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ലൊമാനി ഡു ഇറ്റ് എന്ന പെർഫ്യൂമാണ്. എനിക്ക് എപ്പോഴും ഒരു റിക്വസ്റ്റ് വരാറുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഡു ഇറ്റ് എന്നുള്ളത്, ഇത് വീഡിയോ ചെയ്യുക എന്നുള്ളത്. ചിലരൊക്കെ കയ്യിലുള്ളവർ ഫോട്ടോ അയച്ചെന്നിട്ട് പറയും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും, നല്ല പ്രൊഡക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ തന്നെയാണ് എൽപാസോയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ എൽപാസോ വാങ്ങിച്ചു നോക്കിയത് ആദ്യം. പക്ഷേ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതും എൽപാസോക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഡിയോഡറൻറ്റ് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ, പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. കാരണം ഫ്രാഗ്രൻസ് ഭയങ്കര വ്യത്യാസം. അതിലുള്ള ഫ്രാഗ്രൻസ് മൊറീന പെർഫ്യൂമിൻ്റെ ഒക്കെ പോലത്തെ ഒരു പൗഡർ സ്മെല്ലാണ് അതിന് വരുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ടായി, അങ്ങനെ ഒരു സ്മെല്ലുള്ള ഒരു പെർഫ്യൂമിന് ഇപ്പോൾ പിന്നെ ആളുകൾ നമ്മളെടുത്തത് നല്ലതാണെന്ന് പറയൂ എന്നുള്ളത്. അതിന് പിന്നെ ഞാൻ ഇത് തിരഞ്ഞിറങ്ങി, എനിക്ക് ഇതിൻ്റെ ഒറിജിനൽ കിട്ടി. ഇതിപ്പോൾ ഒറിജിനലാണ് കയ്യിലുള്ളത്. ഇതിൻ്റെ ഡിയോഡറൻറ്റ് നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത്. ഡിയോഡറൻറ്റ് ഇറങ്ങുന്നത് നല്ലൊരു ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ ഇത് പെർഫ്യൂംസിൽ അത്ര ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ലൊമാനി ഡു ഇറ്റിൻ്റെ പെർഫ്യൂമാണ്. ഇവിടെയൊക്കെ ഡു ഇറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ലൊമാനിൻ്റെ പെർഫ്യൂംസ് നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ പ്രൊഡക്റ്റിന് പല പ്രൈസ് റേഞ്ചിലും കാണാം. ചിലത് 500 ഉണ്ടാവും, 400 ഉണ്ടാവും, 700 ഉണ്ടാവും, 800 ഉണ്ടാവും. ഒരിക്കലും ഈ 500 400 കാണുന്ന ലൊമാനി എടുക്കരുത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ബെസ്റ്റ് കടകളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ട ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വർക്കൗട്ടിനുള്ള പെർഫ്യൂം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. സാധാരണ 100 ml പെർഫ്യൂം പിടിക്കുന്ന ഒരു വെയിറ്റ് ഒന്നും ഇതിനില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ലൊമാനി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് പെർഫ്യൂം ലൊമാനി ഡു ഇറ്റ്. ഇതിൻ്റെ ഈ ഒരു അപ്പിയറൻസ് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആറ്റമൈസറിൻ്റെ ലുക്കൊക്കെ നോർമലാണ്. ആറ്റമൈസർ ക്വാളിറ്റി നല്ലതാട്ടോ. ഇത് എൽപാസോൻ്റെ പക്ഷേ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എൽപാസോ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 തവണ അപ്ലൈബിളൊക്കെ മര്യാദക്ക് വരുന്നുള്ളൂ. ഇവിടെ ലൊമാനി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിനലാണ്. ഒറിജിനൽ അല്ലാത്തതിന് ഇപ്പോൾ ഇവിടെ ലൊമാനി എന്നൊന്നും എഴുതില്ലല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ഒറിജിനൽ ആണോ എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു ഫ്രഷ്നെസ് ആണുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഡിയോഡറൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ആദ്യം അത് സ്നിഫ് ചെയ്തുകൊണ്ടും ഞാൻ പറയാം ഇതിൻ്റെ ഫ്രാഗ്രൻസും അതിൻ്റെ ഫ്രാഗ്രൻസ് തമ്മിൽ വ്യത്യാസമുണ്ട് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ. സോ ഇത് ഓപ്പണിങ്ങിൽ നമുക്ക് നല്ല ഫ്രഷ്നെസ് ആണ്, നല്ലൊരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരു വർക്കൗട്ടിനൊക്കെ പറ്റിയ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വർക്കൗട്ടിനൊക്കെ പറ്റിയ ഒരു ഫ്രഷ്നെസ് ആണ് ഇതിൽ നിന്നുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഡ്രൈ ഡൗൺ ആകുമ്പോൾ നമുക്കൊരു സ്പൈസി ഫ്രാഗ്രൻസ്, ഒരു കോറിയാണ്ടർ, പിന്നെ ഒരു മിൻറ്റ്, നട്ട്മഗ്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പൈസി ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഒരു ഇത്തിരി അരോമാറ്റിക് നോട്ട്സ് വരുന്നുണ്ട്. എന്തൊക്കെയോ ചെറിയ ഒരു പൂക്കള സ്മെല്ല് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത്ര വിസിബിൾ അല്ല, പക്ഷെ ഒരു ചെറിയ രീതിയിലേക്ക് അത് പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മൾ മറ്റേ ഡ്യൂപ്ലിക്കേറ്റിലും കണ്ട പൗഡറി സ്മെല്ല് വരുന്നത്. അതായത് ലാവൻഡറിൻ്റെയും പിന്നെ ഒരു മസ്കിൻ്റെയും പിന്നെ ആ ഒരു വയലറ്റ് ഫ്ലവേഴ്സിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പൗഡറി നോട്ട്സ് പിന്നീട് ഇതിൽ ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷെ അത്ര വിസിബിൾ അല്ല, ഒരു മീഡിയം ലെവലിലേ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റിൽ ഫുള്ളായിട്ട് ആ പൗഡറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ലും വരുന്നുണ്ട്. പിന്നെ ഡ്രൈ ഡൗണിൽ നമുക്കൊരു വുഡി ഫ്രാഗ്രൻസിലേക്ക് ഇത് പോവാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ നോട്ട്സും ഉള്ള ഒരു ഫ്രഷ് സ്പൈസി ഓപ്പണിങ്, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പൗഡറി അരോമാറ്റിക് മിഡിൽ നോട്ട്സ് വരുന്നുണ്ട്. പിന്നീട് ഒരു വുഡി ഫ്രാഗ്രൻസിലേക്ക് പോകുന്ന ഒരു പെർഫ്യൂമാണിത്. സോ ഇതൊരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് നൽകുന്ന ഒരു ഓഫീസ് പെർഫ്യൂം, ഒറ്റയടിക്ക് പറഞ്ഞാൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിനൊക്കെ പറ്റിയ ഒരു ഫ്രഷ് പെർഫ്യൂം, നമ്മൾ ഒരു ജിമ്മിനൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് മനസ്സിൽ കണ്ടുകൊണ്ട് വാങ്ങിക്കുക. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ഉള്ളതൊന്നല്ല. ഒരു 1 to 1.5 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 3 to 4 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും മനസ്സിൽ കണ്ട് വാങ്ങിക്കുക. ഇതിന് വലിയ പ്രൈസ് ഒന്നുമില്ല, അറൗണ്ട് 700-800 ആ ഒരു റേഞ്ചിലാണ് ഒറിജിനലിൻ്റെ പ്രൈസ് വരുന്നത്. എവിടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് 400 രൂപയ്ക്കോ 350 രൂപയ്ക്കോ കണ്ടിട്ട് ഒറിജിനലിന് അത്രയല്ലേ വിലയുള്ളൂ എന്ന് പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് എന്താ പറയുക 250 രൂപ മുതൽ സാധനം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലൊമാനിൻ്റെ പല പെർഫ്യൂംസ് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുകൊണ്ട് 250, 300, 400 ഇങ്ങനെ പല പ്രൈസിനും ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്നുണ്ട്. ഒറിജിനൽ ആവുമ്പോഴാണ് പിന്നെ ഈ ഒരു പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ഇത് അത്യാവശ്യം പ്രൈസ് വരുന്നത്. 700-800 ഉള്ളിൽ ഇതിന് പ്രൈസ് വരുന്നത്. സോ ട്രൈ ചെയ്ത് നോക്കുക, ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാതിരിക്കുക. ഞാൻ ഈ ലൊമാനി വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
നല്ല രീതിയിൽ കോപ്പിയുള്ള ഒരു ബ്രാൻഡാണ് ലൊമാനി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത് ഇത് അധികം പ്രൈസ് ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക, ഒറിജിനൽ തന്നെ വാങ്ങിക്കുക. ഒറിജിനൽ വാങ്ങിക്കാൻ പറ്റിയ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.